ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വെച്ചുമാറി മുസ്ലിം ലീഗ്. മലപ്പുറത്ത് എ.ടി. മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുൽ സമദ് സമദാനിയും മത്സരിക്കും. എ.ടി. മുഹമ്മദ് ബഷീറിന്റെ താൽപര്യപ്രകാരമാണ് സീറ്റ് മാറ്റം. രാജ്യസഭാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. അതേസമയം തമിഴ്നാട്ടിൽ രാമനാഥപുരത്ത് നവാസ് കനി സ്ഥാനാർത്ഥിയാകുമെന്നും ലീഗ് നേതാക്കൾ വിശദീകരിച്ചു. അരുൺ കൊടുങ്ങൂരുണ്ട് ലൈനിൽ. അരുൺ, എന്തായാലും നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു വെച്ചുമാറ്റൽ ഉണ്ടായിരിക്കുകയാണ് ഈ സീറ്റ് പ്രഖ്യാപനത്തിൽ, അല്ലെങ്കിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ള ഒരു പ്രഖ്യാപനത്തിൽ. ഒപ്പം മൂന്നാം സീറ്റ് ഇല്ല എന്നതുകൂടെ ലീഗിന് വലിയ തിരിച്ചടിയായിരിക്കില്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒറ്റയ്ക്ക് മത്സരിക്കാൻ വരെ ലീഗ് ഒരു ഘട്ടത്തിൽ തീരുമാനമെടുത്തിരുന്നു. കാരണം അത്രത്തോളം ഒരു വൈകാരികമായ ഒരു പ്രശ്നമായി തന്നെ ലീഗ് ഇതിനെ കണ്ടിരുന്നു. കോൺഗ്രസ് അനീതി കാട്ടിയിരിക്കുന്നു. അർഹതയുണ്ടായിട്ടും ഇത്തരത്തിലൊരു സീറ്റ് നൽകാൻ കോൺഗ്രസ് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു വലിയ ചോദ്യം മുസ്ലിം ലീഗ് നേതാക്കൾ പരസ്യമായി ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ മൂന്നാം സീറ്റ് എന്നുള്ള ഒരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ആവശ്യം നിസ്സാരമായ ഒരു ആവശ്യമല്ല, തങ്ങൾക്ക് വേണ്ട ഒരു ആവശ്യം തന്നെയാണ് എന്നുള്ള കാര്യമാണ് അവർ കൃത്യമായി എടുത്തു പറയുകയും ചെയ്തിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ ആ ഒരു തീരുമാനത്തിന്, അല്ലെങ്കിൽ ആ ഒരു ചർച്ചയിൽ, കൊച്ചിയിൽ നടന്ന ചർച്ചയിൽ ഈ തീരുമാനങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ കാര്യമായ ഒരു നഷ്ടമൊന്നും ഈ ഒരു തീരുമാനത്തിൽ ലീഗിന് ഉണ്ടായിട്ടില്ല. പരസ്യമായ അതൃപ്തിയൊക്കെ തന്നെ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഒരു രാജ്യസഭാ സീറ്റ് കൂടി മുസ്ലിം ലീഗിന് നൽകിയിരിക്കുകയാണ്. ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാണക്കാട് നടന്നിരിക്കുകയാണ്. മലപ്പുറത്ത് എ.ടി. മുഹമ്മദ് ബഷീറാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊന്നാനിയിൽ അബ്ദുൽ സമദ് സമദാനിയുമാണ്. രണ്ടുപേരും സിറ്റിംഗ് എം പിമാരാണ്. നിലവിൽ സീറ്റുകൾ വെച്ചുമാറി എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് കനിയാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി. ഇതും പാണക്കാട്ട് നിന്നും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ ഒരു കാര്യം കൂടി പ്രഖ്യാപിക്കുന്നുണ്ടായിരിക്കുന്നു. എന്തായാലും വരുന്ന രാജ്യസഭാ സീറ്റിന്റെ ഒഴിവിലേക്ക് ആരെന്നുള്ള കാര്യം പിന്നീട് പാർട്ടി ചർച്ച ചെയ്യുമെന്നതാണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു വലിയ ഒരു പ്രതിസന്ധി, പ്രശ്നങ്ങളെല്ലാം തന്നെ മുസ്ലിം ലീഗിന് ഉള്ളിൽ ഉണ്ടായിരുന്നു. ആ ഒരു അമർഷം, മൂന്നാം സീറ്റ് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു അമർഷം നേതാക്കളോട് അണികൾക്കും അതോടൊപ്പം ഒരു വിഭാഗം നേതാക്കൾക്കും കൃത്യമായി ഉണ്ട്. അത് അവർ പരസ്യമായി യോഗത്തിൽ അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിക്കുന്ന ഒരു സാധ്യതയുണ്ട്. പക്ഷെ മറുവശത്ത് ഈ കോൺഗ്രസിനുള്ളിലും ചില നേതാക്കൾ കൃത്യമായ ഒരു നിലപാട് എടുക്കുന്നുണ്ട്. കാരണം കോൺഗ്രസ് അമിതമായി ലീഗിന് വഴങ്ങിക്കൊടുക്കുകയാണ്, അമിതമായ പ്രാധാന്യം കൊടുക്കുകയാണ്. രണ്ടു സീറ്റിന് ഉപരിയായി ഒരു രാജ്യസഭാ സീറ്റ് കൂടി നൽകാനുള്ള ഒരു തീരുമാനം, അത് പാർട്ടി അടിയറവ് വെക്കുന്നതിന് തുല്യമെന്നുള്ള ലീഗിന്റെ ആഫീസിന് വഴങ്ങുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നു എന്നുള്ള ഒരു വിമർശനം കൂടി കോൺഗ്രസിന് ഉള്ളിലുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ലീഗ് കടക്കുകയാണ്. അതിന്റെ ആദ്യഘട്ടമായി തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായിരിക്കുന്നത്. രജനി, അരുൺ, നേരത്തെ വി.ഡി. സതീശനും ഒപ്പം കെ. സുധാകരനും ഒക്കെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ലോക്സഭയിലേക്ക് മൂന്നാം സീറ്റ് എന്നുള്ള കാര്യം ലീഗ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കൊടുക്കണമെന്ന ആഗ്രഹം ഉണ്ട്, പക്ഷെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഇതൊക്കെ തന്നെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ലീഗ് നേതാക്കളുമെന്നാണ് വി.ഡി. സതീശൻ വ്യക്തമാക്കിയത്. പക്ഷേ ഇനിയും ഈ വാർത്താസമ്മേളനത്തിന് ശേഷവും മുറുമുറുപ്പുകൾ ലീഗിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാനുള്ളൊരു സാധ്യത കൂടെ കാണുന്നില്ലേ? കാരണം ലീഗിനെ സംബന്ധിച്ചോളം കൃത്യമായ അണികൾക്കിടയിൽ വലിയ അതൃപ്തി, അല്ലെങ്കിൽ ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ പരസ്യമായ അതൃപ്തി ഉണ്ടെങ്കിൽ പോലും ഒരു രാജ്യസഭാ സീറ്റ് കൂടി ഈ ഒരു വിഭാഗത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നത് ലീഗിനെ സംബന്ധിച്ചോളം ഏറെ ഗുണകരമായ ഒന്നായിട്ടാണ് അവർ വിലയിരുത്തുന്നത്. കാരണം നിലവിൽ രണ്ടു സീറ്റിൽ മത്സരിക്കുന്നതിനൊപ്പം തന്നെ ഒരു രാജ്യസഭാ സീറ്റ് കൂടി നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലൂടെ ഇവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ആ ചർച്ചയ്ക്ക് ശേഷം കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ചർച്ചയിൽ ഞങ്ങൾ പൂർണ്ണമായി തൃപ്തരാണ് എന്നുള്ള കാര്യം അവർ പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ലീഗിനുള്ളിൽ, അതായത് ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ കടുത്ത അതൃപ്തിയുണ്ട്. കാരണം മറുവശത്ത് ഇടതുമുന്നണിയിൽ നിന്നും കൃത്യമായ രീതിയിലുള്ള ഒരു സ്വീകരണങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാധീനം, ലീഗിന്റെ ഒരു സ്വാധീനം, അല്ലെങ്കിൽ അവർക്കൊരു അർഹതയ്ക്കുള്ള ഒരു പ്രാധാന്യം ഇടതുമുന്നണി നൽകാനുള്ള സന്നദ്ധതയൊക്കെ അറിയിച്ചിരുന്നു. പക്ഷേ ലീഗ് അതിലേക്കൊന്നും തന്നെ പോയിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലീഗിന് വേണ്ടത്ര പരിഗണന കോൺഗ്രസ് നൽകിയോ എന്നുള്ള ഒരു വലിയ ചോദ്യം ഇവർ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലീഗിന്റെ കൃത്യമായുള്ള ആവശ്യം അംഗീകരിക്കുന്ന
നീങ്ങുന്നത് നേതൃത്വം പരാജയപ്പെട്ടു എന്നുള്ള ഒരു വലിയ വിമർശനം കൂടി ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും 3 സീറ്റ് എന്നുള്ളത്, അതായത് പ്രായോഗിക തലത്തിൽ 3 സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നത് വലിയ ഒരു വിമർശനമായി തന്നെ നിലനിൽക്കുകയാണ് രജനി. ശരി, എന്തായാലും ലീഗിന് ഇത്തവണയും 3-ാം സീറ്റ് ഇല്ല. 2 കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വെച്ചുമാറിയിരിക്കുകയാണ് മുസ്ലിം ലീഗ്. മലപ്പുറത്ത് ടി മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുൽ സമദ് സമദാനിയും മത്സരിക്കും. വിശദമായ റിപ്പോർട്ടാണ് അരുൺ കൊടുങ്ങൂർ നൽകിക്കൊണ്ടിരുന്നത്.